മക്കൾ വിശദീകരിക്കപ്പെട്ട് കാണാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുണ്ടോ? ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഈ ടീം ഇങ്ങനെ മുകളിലേക്ക് കയറി പോകുമ്പോൾ ഇവൻ ഇങ്ങനെ നോക്കിയിരിക്കും. ഇതിനടുത്ത് വേറെ എന്ത് സംഭവിച്ചാലും ഇവൻ അറിയില്ല. എന്നിട്ട് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ ചാടുന്ന പോയി അവൻ അണ്ണാക്കിലേക്ക് ഈ സാധനം കൂടെ കുത്തിക്കയറ്റും. അപ്പോഴാണ് ഈ എന്തെങ്കിലും അസ്വസ്ഥതകൾ വരുമ്പോൾ പിന്നെ ദൈവത്തെ വിളിക്കാൻ തുടങ്ങും. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടാൻ തുടങ്ങും. ഓടുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി ഇവരൊന്നും ഈ അപകടത്തിൽ പെടാതിരിക്കാൻ നമ്മൾ മുൻകൂട്ടി പ്രാർത്ഥിക്കണം. അവൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഇവനെങ്ങനെ ഇരുത്തിയേക്കാം, ഇങ്ങനെ ഇരിക്കുന്നു. എനിക്ക് അവനെ നോക്കിയപ്പോൾ പേടി, എൻ്റെ ദൈവമേ പിശാചുബാധയാണെന്ന് വിചാരിക്കുന്നു നമ്മൾ. അതുപോലെ അവൻ്റെ കണ്ണിരിക്കുന്നത്. അപ്പോൾ ഞാൻ എടാ നീ മര്യാദയ്ക്ക് നോക്കിയാൽ, അച്ഛനെ മര്യാദയ്ക്ക് നോക്കിയാൽ. അപ്പോൾ ഇങ്ങനെ കുറിച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ണട്ടേ എന്ന് പറഞ്ഞ രണ്ട് സൈഡിലേക്ക് പോകും. അനേകം സമർപ്പിതര്, സന്യസ്തര്, വൈദികര്, കുടുംബജീവിതം നയിക്കുന്നവര്, യുവജനങ്ങള് ഇന്ന് ജീവിതത്തിന്റെ വിളിയും നിയോഗവും തിരിച്ചറിയാതെ പാപത്തിന്റെ വഴികളിലൂടെ കടന്നു പോകാനുള്ള ഒരു വിഷയമായിട്ട് ഈ വിഷയം ഇന്ന് മാറിക്കൊണ്ടിരിക്കും. 3 മുതൽ 4 വയസ്സ് പ്രായം ഉണ്ടാവും. അവനിങ്ങനെ അങ്ങോട്ട് ടി വി നോക്കും. അപ്പോൾ അവൻ കണ്ടുകൊണ്ടിരുന്ന കാർട്ടൂൺ മാറി, കളം മാറി. അപ്പോൾ നമ്മളിങ്ങനെ ടി വി അറിയാത്തതുകൊണ്ട് നമ്മളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത് കുറച്ചേരം ടി വിയിലേക്ക് നോക്കും, പിന്നെ നമ്മളിങ്ങനെ നോക്കും, പിന്നെ ടി വിയിലേക്ക് നോക്കും, ഇങ്ങനെ നോക്കും. എന്നിട്ട് പറയാം റിമോട്ട് താടപ്പട്ടി. എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വചനത്തില് പൗലോസ് പറയാണ്, സമാധാനത്തിന്റെ ബന്ധത്തിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാണ്. സമാധാനം വേണോ? സമാധാനം വേണോ? വേണോ? സമാധാനം വേണോ? അച്ഛാ അത് മാത്രം മതി, വേറെ ഒന്നുമില്ലേലും കുഴപ്പമില്ല, അല്പം സമാധാനം കിട്ടേ, പട്ടിണി കിടന്നാലും കുഴപ്പമില്ല അച്ഛാ, സമാധാനത്തോടെ കിടന്നാൽ മതി എന്ന് പറയുന്ന എത്ര കുടുംബങ്ങളുണ്ടെന്ന് അറിയാമോ? സമാധാനത്തിന്റെ ബന്ധത്തിൽ പൗലോസിലെ പറഞ്ഞ ഒറ്റ വിഷയമുള്ളൂ, മക്കളെ നിങ്ങൾക്ക് സമാധാനം വേണോ? ഒരു മനുഷ്യന് സമാധാനത്തിൽ നിലനിൽക്കാൻ പറ്റണോ? സമാധാനം ജീവിതത്തിന്റെ ഭാഗമാകണോ? വേറൊരു വഴിയില്ല. ലോകത്തിന് സമാധാനം തരാൻ പറ്റില്ല. യോഹന്നാൻ ശ്ലീഹ 14, 15, 16 അധ്യായങ്ങളിൽ കൃത്യമായിട്ട് യോഹന്നാൻ ശ്ലീഹ എഴുതി വെച്ചിട്ടുണ്ട്, ലോകത്തിന് സമാധാനം തരാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും ലോകത്തിൽ സമാധാനം അന്വേഷിക്കരുത്. ലോകത്തിന് സമാധാനം തരാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ലോകത്ത് കിടന്നിട്ട് ലോകത്തിൽ സമാധാനം അന്വേഷിച്ചുകൊണ്ട് നമുക്കത് കിട്ടോ? പറ, കിട്ടോ? കിട്ടില്ല. ഞാനിവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ നിങ്ങൾ വിചാരിക്കുക അവിടെ ഒരു ബേക്കറി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ഈ ചായക്കടയിൽ വന്നിട്ട് ഞാൻ ചോദിക്കും, ചേച്ചി എനിക്ക് 2 സ്പാനറും 2 സ്ക്രൂ ഡ്രൈവറും വേണം. ചേച്ചി എന്നെ ഒന്ന് നോക്കും ഇല്ലേ? ഞാനിപ്പോൾ അവിടെ ചായക്കടയിൽ ഇരുന്നിട്ട് ചേച്ചി എൻ്റെ അടുത്ത് വരുവാണ്. ഒരു ചേച്ചിയാണ് അവിടെ ചായ തന്നുകൊണ്ടിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചേച്ചി എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുമ്പോൾ ചേച്ചി വന്നിട്ട് എന്നാ വേണ്ടേ? 2 സ്പാനറും 2 സ്ക്രൂ ഡ്രൈവറും. ചേച്ചി പറയും വെയിറ്റ് ചെയ്യ്, ഇപ്പം തരാം. ചെന്നിട്ട് പറയും, ചേട്ടാ ഇതിൽ എവിടെ ഒരുത്തൻ വന്നിരിപ്പുണ്ട്, എന്തോ പന്തികേടുണ്ട്, ശരിക്കും സ്ക്രൂ ഡ്രൈവർ വേണമെന്ന് തോന്നുന്നു, 2 പിരി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതോ 2 പിരി പുള്ളിയുടെ പോയിട്ടുണ്ട്. ശരിക്കും ഒരു സ്ക്രൂ ഡ്രൈവർ വേണ്ട ഒരു അവസ്ഥയിൽ ഒരു ടീം അവിടെ വന്നിരിപ്പുണ്ട്. എന്നാടി അതേ ഞാൻ ചെന്നിട്ട് എന്നാ വേണ്ടെന്ന് ചോദിച്ചപ്പോൾ 2 സ്ക്രൂ ഡ്രൈവറും 2 സ്പാനറും വേണമെന്ന് ആ ടീം. ചായക്കടയിൽ ഇത് കിട്ടോ? പറ, കിട്ടില്ല. കിട്ടില്ല അല്ലേ? അന്വേഷിക്കേണ്ടടുത്ത് അന്വേഷിച്ചാലേ ചിലതൊക്കെ കിട്ടുള്ളൂ എന്ന് പറയുന്ന പോലെ ലോകത്തിൽ സമാധാനം അന്വേഷിക്കാൻ പോയാൽ ലോകത്തിൽ നിന്ന് ഈ പറഞ്ഞ സാധനം കിട്ടുകയില്ല. കാരണം ലോകത്തിന് തരാൻ പറ്റില്ല. ലോകത്തിന് തരാൻ പറ്റില്ല എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ വചനം വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന വിഷയം എന്താണെന്നറിയാമോ? ലോകത്തിന് സമാധാനം തരാൻ പറ്റില്ല. ഈ ലോകത്ത് കടന്നുകൊണ്ട് അച്ഛാ എനിക്ക് സമാധാനമില്ല, സമാധാനമില്ല, സമാധാനമില്ല. ലോകത്തിന് സമാധാനം തരാൻ പറ്റില്ല. ഇപ്പൊ ലോകത്തിന് എന്തെങ്കിലും കിട്ടിയത് കൊണ്ടോ, ലോകത്തിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കപ്പെട്ടത് കൊണ്ടോ, കുറച്ച് സാമ്പത്തിക കടബാധ്യത മാറിയത് കൊണ്ടോ, അല്ലെങ്കിൽ രോഗം മാറിയത് കൊണ്ടോ സമാധാനം കിട്ടുമെന്ന് വിചാരിച്ചാൽ അത് നമുക്ക് കിട്ടുന്ന വിഷയമല്ല. ഒരു രോഗം മാറിക്കഴിയുമ്പോൾ മറ്റൊരു രോഗം വരും. ഒരു പ്രശ്നം തീർന്നു കഴിയുമ്പോൾ മറ്റൊരു പ്രശ്നം വരും. ഒരു ഞെരുക്കം തീരുമ്പോൾ മറ്റൊരു ഞെരുക്കം വരും. അപ്പോൾ ഉള്ള സമാധാനം വീണ്ടും പോകും. അപ്പൊ നിലനിൽക്കുന്ന സമാധാനം ലോകത്തിന് തരാൻ പറ്റില്ല. ഇത് ഒരു ദൈവ പൈതൽ സിസ്റ്റത്തില്, ഹൃദയത്തിലും ബുദ്ധിയിലും ചിന്താമണ്ഡലങ്ങളൊക്കെ എഴുതിയിടേണ്ട വിഷയമാണ്. ഈ ലോകത്തിന് സമാധാനം തരാൻ പറ്റില്ലെന്ന്. ചിലരുടെയൊക്കെ ചിന്ത, എൻ്റെ അച്ഛാ എൻ്റെ ജീവിത പങ്കാളി ഒന്ന് നന്നായിരുന്നെങ്കിൽ കുടുംബത്തിൽ എപ്പോഴും സമാധാനം ഉണ്ടായേനെ, എൻ്റെ മകനൊന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ, ജോലി കിട്ടിയിരുന്നെങ്കിൽ സമാധാനം ഉണ്ടായേനെ, ഞങ്ങളുടെ ബാധ്യത ഒന്ന് മാറിയിരുന്നെങ്കിൽ സമാധാനം ഉണ്ടായേനെ. ഒന്നുമില്ല. ആ പ്രശ്നം തീരുമ്പോൾ അടുത്ത പ്രശ്നം ലോകം തരും. ലോകത്തിൽ എന്നും പ്രശ്നങ്ങളുണ്ട്. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വചനം യോഹന്നാൻ പറയാണ്, മക്കളെ നിങ്ങൾ ലോകത്തിൽ ഞെരുക്കമുണ്ടാകും, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും. എന്നിട്ട് കർത്താവ് പറയാണ്, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. കണ്ടോ? ഇതാണ് ഞെരുക്കങ്ങളുടെ നടുവില് നമുക്ക് കിട്ടുന്ന ധൈര്യം എന്ന് പറയുന്നത്.
കർത്താവായ യേശു ലോകത്തെ ജയിച്ചവനാണ്. എന്നിട്ട് പൗലോസ്ലീഹ പറയാണ് എഫെസോസ് 4:3 നിങ്ങളുടെ സമാധാനത്തിന്റെ ബന്ധത്തിൽ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ ആത്മാവ് ദൈവാത്മാവിനോട്, ദൈവത്തോട് ഐക്യപ്പെട്ടിരിക്കുന്നിടത്ത് മാത്രമേ സമാധാനം ഉണ്ടാകൂ. ഹല്ലേലൂയ. അവിടെ മാത്രമേ സമാധാനം ഉണ്ടാകൂ, അവിടെ മാത്രമേ നിലനിൽക്കുന്ന സന്തോഷം കിട്ടൂ. അല്ലാത്ത ഒന്നും നിലനിൽക്കുന്ന സന്തോഷം, മദ്യപിച്ചാൽ നിലനിൽക്കുന്ന സന്തോഷം കിട്ടോ? പുകവലിച്ച നിലനിൽക്കുന്ന സന്തോഷം കിട്ടോ? ജഡിക പാപങ്ങളിൽ നമ്മുടെ കണ്ണുകളെയും ശരീരത്തെയും വിട്ടുകൊടുത്ത നിലനിൽക്കുന്ന സന്തോഷം കിട്ടുവോ? പറ. പാപത്തിന്റെ സുഖം പാപം ചെയ്യുന്ന സമയം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് അത് കുറ്റബോധമായിട്ട് മാറും. പാപത്തിന്റെ എല്ലാ സുഖങ്ങളും നൈമിഷിക സുഖങ്ങളാണ്. അത് പാപം ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോ ആ പാപം നമ്മളെ വേട്ടയാടാൻ തുടങ്ങും. ഹല്ലേലൂയ. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അതുകൊണ്ടാണല്ലോ നമ്മൾ ചില പാപങ്ങൾ നമ്മൾ എന്തുകൊണ്ട് ആവർത്തിച്ച് ചെയ്യുന്നത്? എല്ലാ പാപത്തിന്റെ പിന്നിൽ പിശാച് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു പാപത്തിന്റെ സുഖമുണ്ട്. ഇപ്പൊ നമ്മൾ ഈ പാപം ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ആ പാപത്തിന്റെ സുഖം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ പാപം ഉപേക്ഷിച്ചു, പാപം നിർത്തി. ഇനി പാപം ചെയ്യേണ്ടെന്ന് വിചാരിച്ചാൽ പോലും ഇന്നലകളിൽ നമ്മൾ ചെയ്ത ചില പാപത്തിന്റെ മേഖലകളിൽ ആ പാപം നമ്മളിൽ സമ്മാനിച്ച പാപത്തിന്റെ സുഖം നമ്മുടെ തലയ്ക്കകത്ത് കിടക്കുന്നത് കൊണ്ട് എപ്പോഴെങ്കിലായിട്ട് ഈ പാപത്തിന്റെ സുഖം, പാപത്തിന്റെ സമാനമായ സാഹചര്യങ്ങളിൽ പാപം ചെയ്ത വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഇന്നലകളിൽ പാപം ചെയ്തപ്പോൾ സമ്മാനിച്ച പാപസുഖം ഉണ്ടല്ലോ, അത് തലപൊക്കാൻ തുടങ്ങും. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ വീണ്ടും സമാനമായ പഴയ പാപങ്ങളിലേക്ക് പോകാൻ തുടങ്ങും. ഹല്ലേലൂയ. പഴയ പാപങ്ങളിലേക്ക് പോകും. അതുകൊണ്ടാണ് കാരണം ഈ പാപം മാത്രം ഉപേക്ഷിച്ചിട്ടുള്ളൂ, പാപസുഖത്തിന് വിടുതൽ കിട്ടിയിട്ടില്ല. പാപം സമ്മാനിക്കുന്ന ഒരു പാപത്തിന്റെ സുഖമുണ്ട്. മ്ലേച്ഛ പാപങ്ങൾ, സ്വയംഭോഗം, സ്വവർഗരതി, ബ്ലൂ ഫിലിം, ഈ പാപം സമ്മാനിക്കുന്ന നൈമിഷിക സുഖമുണ്ട്. പക്ഷെ അതിന്റെ ഉള്ളിൽ ഒരിക്കുന്ന കൊളുത്ത് കാണാതെ പോവും. ഹല്ലേലൂയ. നിങ്ങളിവിടെ ഈ മീൻപിടുത്തമൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാനും വരാപ്പുഴക്കാരനാണ്. എനിക്ക് അത്യാവശ്യം വെള്ളവും മീനൊക്കെ ഉള്ള കടലൊന്നും ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം മീൻപിടുത്തമൊക്കെ ഞാനും ചെറുപ്പത്തിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. സെമിനാരിൽ ചേരുന്ന കാലഘട്ടം വരെ എനിക്കറിയാം. നമ്മൾ കുറെ ചൂണ്ടയിടാൻ പോകും. പിന്നെ ഈ വിഷുവിൻ്റെ ഒക്കെ സമയം കണ്ടമൊക്കെ വറ്റിക്കും. കണ്ടം വറ്റിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് ഇല്ലേ? കണ്ടമൊക്കെ വറ്റിക്കുന്ന സമയത്ത് നമ്മൾ കുടമൊക്കെ ആയിട്ട് പോകും. എന്നിട്ട് ഈ ചെളിയിൽ ഇരുന്ന് തപ്പി മീനെ പിടിക്കും. വരാല്, കരിമീൻ, പിലോപ്പി, അങ്ങനെയുള്ള മീനുകളൊക്കെ ആ സമയത്ത് കിട്ടും. അപ്പോൾ നമ്മൾ ചൂണ്ടയിടാൻ പോകും. ചില സമയത്ത് നല്ല വെള്ളമൊക്കെ ഉള്ള സമയത്ത് നമ്മൾ കണ്ടം വറ്റിക്കാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തോടിൻ്റെ സൈഡിൽ പോയിരുന്നു ചൂണ്ടയിടുമ്പോൾ എൻ്റെ ചോദ്യം നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട്, ചൂണ്ടയിടുമ്പോൾ ഞാൻ ചൂണ്ടക്കൊളുത്തിൽ വെക്കുന്നത്, അതിന് ഭക്ഷണമായിട്ട് കൊടുക്കണമല്ലോ എന്തെങ്കിലും, അത് വെക്കുന്നത് മീന് ഇഷ്ടമുള്ളതാണോ അതോ എനിക്കിഷ്ടമുള്ളതാണോ? ചൂണ്ടക്കൊളുത്തിൽ ഞാൻ കൊളുത്തിയിടുന്നത് എനിക്ക്, നിങ്ങൾ വിചാരിക്കും എനിക്ക് കപ്പ മീനും ഇഷ്ടമാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ എനിക്ക് ചിക്കൻ ബിരിയാണി ഇഷ്ടമാണെന്നിരിക്കും. എന്നാൽ പിന്നെ ഒരു ചിക്കൻ്റെ കാല് കൊണ്ടുപോയിട്ട് കൊളുത്തിയിട്ട് ഇടും. മീൻ പോയിക്കും, നീ പോടപ്പ എന്നടെ എന്ന് ചോദിക്കും അല്ലേ? നമ്മളെപ്പോഴും മീനെ പിടിക്കണമെങ്കിൽ അല്ലേ, ചിലപ്പോൾ ഞങ്ങൾ പണ്ട് പോകുമ്പോൾ ഈ ഉരുളക്കിഴങ്ങ് കൊണ്ടുപോകും, ഇല്ലെങ്കിൽ നമ്മൾ ഈ മണ്ണിര കൊണ്ടുപോകും, അതും അല്ലെങ്കിൽ ചെറിയ മീനൊക്കെ പിടിച്ചുകൊണ്ട് പോകും. എന്തിനാണ്? അതിനനുസരിച്ച് മീനെ കിട്ടാൻ വേണ്ടിയിട്ട്. എന്ത് പറയുന്നല്ലേ, മീന് പിടിക്കാൻ, അത് എടുക്കാൻ സാധ്യത ഉള്ളതാണ് നമ്മൾ കൊളുത്തിലിട്ടിടുന്നത് അല്ലേ? ഇപ്പൊ മീൻ ഇത് കാണുമ്പോൾ, മീൻ ഇഷ്ടമുള്ള സാധനം കാണുമ്പോൾ എന്ത് ചെയ്യും? മീൻ ഓടി വന്നിട്ട് അതിലങ്ങോട്ട് പിടിക്കും, വലിച്ചുകൊണ്ട് അങ്ങോട്ട് പോകും. അത് വലിച്ചുകൊണ്ട് പോകുമ്പോൾ മീൻ അറിയുന്നില്ല തൻ്റെ അവസാനത്തെ വലിയാണെന്ന്, തൻ്റെ അവസാനത്തെ സന്തോഷമാണ്. കാരണം അതിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കൊളുത്തുണ്ട്. എല്ലാ പാപത്തിന്റെ ഉള്ളിലും പിശാച് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആത്മനാശമെന്ന, നിത്യനാശമെന്ന കൊളുത്തുണ്ട്. ഇത് പാപം ചെയ്യുമ്പോൾ പാപം സമ്മാനിക്കുന്ന സുഖം കാരണം ഇത് നമ്മൾ കാണാതെ പോകും. ഹല്ലേലൂയ. ഇത് കാണാതെ പോവാ. പാപം ചെയ്യാനുള്ള ആവേശത്തിലും പാപം നമുക്ക് സമ്മാനിക്കുന്ന നൈമിഷിക സുഖത്തിലും സംഭവിക്കുന്നതിന് പാപത്തിന്റെ ഉള്ളിൽ പിശാച് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കൊളുത്തുണ്ടല്ലോ, നിത്യനാശം എന്ന് പറയുന്ന, നിത്യനരകം എന്ന കൊളുത്തുണ്ടല്ലോ, ആത്മനാശം എന്ന് പറയുന്ന കൊളുത്തുണ്ടല്ലോ, ഇത് നമ്മൾ പലരും കാണാതെ പോവുക. മീൻ കാണാതെ പോകുന്നത് പോലെ നമ്മളും കാണാതെ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് മക്കളെ, ആത്മാവിന്റെ സമാധാനം അത് ദൈവത്തോടുള്ള ഐക്യത്തിൽ മാത്രം കിട്ടുന്നതാ. ലോകത്തോട് ബന്ധപ്പെട്ട്, ലോകത്തോട് അമിതമായി ഐക്യപ്പെട്ട്, ദൈവത്തെക്കാൾ ഉപരി ഐക്യപ്പെട്ട് കിടക്കുന്ന ആത്മാവ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും, എപ്പോഴും അസ്വസ്ഥമായിരിക്കും. സമാധാനം ഉണ്ടാകില്ല,
സ്വസ്ഥതയുണ്ടാകില്ല, നിലനിൽക്കുന്ന ആനന്ദം ഉണ്ടാകില്ല. ചെറിയ ചെറിയ ഞെരുക്കങ്ങളുടെയും പ്രതിസന്ധികളുടെയും ചെറിയ ചെറിയ അസ്വസ്ഥതകളുടെ നടുവിൽ വല്ലാതെ കണ്ട് ഇങ്ങനെ ആകുലപ്പെടാനും നിരാശപ്പെടാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ഹല്ലേലൂയാ. സർവ്വത്ത് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്ന് തന്നെ വീട്ടിൽ ചെന്നിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ അറിയാവുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് സ്നേഹമുള്ള, ഒത്തിരി ഒന്നും കാണുകയല്ല, വിരലെണ്ണാവുന്നവരെ കാണുള്ളൂ, അവരൊക്കെ എഴുതി വെച്ചിട്ട് ദൈവം നിങ്ങൾക്ക് തന്നവരാണ്. ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാനും ആ സ്നേഹം പങ്കുവെക്കാനും ദൈവം നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത ഒരു അപ്പനാകാം, അമ്മയാകാം, മക്കളാകാം, കൂടപ്പറപ്പുകളാകാം, ആരും ആകട്ടെ, അവിടെയൊക്കെ പേരുകൾ എഴുതി വെച്ചിട്ട് മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടിയും മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് മക്കളുടെ ഉത്തരവാദിത്തമാണ് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പരസ്പരം ദമ്പതിമാര് പ്രാർത്ഥിക്കണം, പരസ്പരം പ്രാർത്ഥിക്കണം. ദമ്പതിമാര് പരസ്പരം പ്രാർത്ഥിക്കണം. ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയും ഭാര്യ ഭർത്താവിന് വേണ്ടിയും, അങ്ങനെ ദമ്പതിമാര് മക്കൾക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കണം. ഇപ്പൊ എഴുതി വെച്ചിട്ട് എല്ലാ ദിവസവും ദൈവം നമുക്ക് തന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇത് മറക്കാൻ പാടില്ല. കാരണം യേശു ചെയ്ത പ്രവൃത്തിയാണ്. യേശു പോകുന്നതിന് മുമ്പ് യേശു ചെയ്ത പ്രവൃത്തിയാണ്. തനിക്ക് നൽകപ്പെട്ടവർക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഞാൻ നേരത്തെ എൻ്റെ പഴയ ഡയറിയിൽ ഞാനിങ്ങനെ എഴുതി വെക്കുമായിരുന്നു. അവസാന ഡയറിയിൽ ഇങ്ങനെ ഇഷ്ടംപടി പേരായി, നൂറുകണക്കിന് ആയിരക്കണക്കിന് പേരാകാൻ തുടങ്ങി. ഇങ്ങനെ എഴുതി 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 ഒരു ഡയറി ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. മുറിക്കിടക്കും ആയിരക്കണക്കിന് പേരുണ്ട്. അവസാനം നമുക്ക് പ്രാർത്ഥിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഡയറി മറച്ചാൽ ചിലപ്പോൾ തീരുകയല്ല. അവസാനം പിന്നെ ഡയറി കൊണ്ടുപോയിട്ട് അടച്ചു വെച്ചിട്ട് എൻ്റെ കർത്താവേ ഇതിനകത്തുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെയായി അവസാനത്തെ പ്രാർത്ഥന. കാരണം ദൈവം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കുന്ന എത്രയോ പേരുണ്ട്. പ്രത്യേകിച്ച് ഈ സുവിശേഷ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ എത്രയോ പേര് ലോകത്തിന്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നും എല്ലാ രാജ്യങ്ങളിൽ നിന്നും അനേകര്, പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് ഓൺലൈൻ ശുശ്രൂഷകളിലൂടെ ദൈവം ഒരു കൂട്ടായ്മയാക്കി മാറ്റി. അപ്പോ ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തിലും കുറെ പേരൊക്കെ അനുദിനം കൂട്ടിച്ചേർത്ത് തരുന്നുണ്ട്. ദൈവം നമുക്കായിട്ട് തന്നവരുണ്ട്, അല്ലെ? ദൈവം തന്നവരുണ്ട്. അപ്പൻ, അമ്മ, ജീവിത പങ്കാളി, മക്കള്, ഇവരൊക്കെ ദൈവം തന്നതാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്തം ദൈവമക്കളെ നമ്മൾ മറന്നു പോകരുത്. കാരണം യേശു പ്രാർത്ഥിച്ചവനാണ്. തനിക്ക് നൽകിയവർക്ക് വേണ്ടി, സ്വർഗം തനിക്ക് വേണ്ടി നൽകിയവർക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ചു. ശ്രമത്തിൽ പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് ഇത് മറക്കാൻ പാടില്ല. നമുക്ക് വേണ്ടി ഇവർ പ്രാർത്ഥിക്കുകയില്ല എന്നുള്ളതല്ല വിഷയം. എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കോ എന്നുള്ളതല്ല, എൻ്റെ ഭർത്താവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കോ എന്നുള്ളതല്ല. ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി ഇന്നു മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഭർത്താവിന്റെ സ്വഭാവം നല്ലതാണോ? ഈ ടീം നല്ലതാണോ? അവന്റെ സ്വഭാവം നല്ലതല്ല, അവനെന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, അവനെന്നെ മുറിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുകയല്ല ചെയ്യേണ്ടത്. യേശു പ്രാർത്ഥിച്ചതുപോലെ അപ്പസ്തോലന്മാർക്ക് എല്ലാവർക്കും വേണ്ടി, യൂദാസിന് വേണ്ടി പ്രാർത്ഥിച്ചു, പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു, എല്ലാ അപ്പസ്തോല ഗണത്തിനും വേണ്ടി യേശു പ്രാർത്ഥിച്ചു. തന്നെ വരും ദിവസങ്ങളിൽ ചുംബിച്ചുകൊണ്ട് ഒറ്റിക്കൊടുക്കാൻ പോകുന്നവന് വേണ്ടിയും, തന്നെ തള്ളിപ്പറയാൻ പോകുന്നവന് വേണ്ടി, പരിചാരികയുടെ മുമ്പിൽ ഉപേക്ഷിക്കാൻ പോകുന്നവന് വേണ്ടിയും, തന്റെ സഹനങ്ങളുടെ വേളയിൽ തന്നെ ഇങ്ങനെ തള്ളിക്കളയാൻ പോകുന്ന എല്ലാവർക്കും വേണ്ടി യേശു പ്രാർത്ഥിച്ചു. ഇതാണ് പ്രാർത്ഥനയുടെ അടിസ്ഥാനം. സകലരെയും ചേർത്ത് വെച്ചുകൊണ്ട് യേശു പ്രാർത്ഥിച്ചു. അതാണ് യേശു ആദ്യം ചെയ്തത്. ഇനി രണ്ടാമത് യേശു പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 17-ാം അധ്യായത്തിൽ തന്നെ 15-ാമത്തെ വചനം ഒന്ന് വായിക്കാവോ? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 15-ാമത്തെ തിരുവചനം. ലോകത്തിൽ നിന്ന് അവരെ അവിടുന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. നോക്കിക്കേ, ഈശോ അപ്പസ്തോലന്മാർക്ക് ഒരു ഐക്യം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അവർക്ക് ഒരു ഐക്യത്തിന് വേണ്ടി, അപ്പസ്തോലന്മാർക്ക് വേണ്ടി ആദ്യം ഈശോ അവർക്ക് ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. രണ്ടാമത് ഈശോ പ്രാർത്ഥിച്ച എന്നാണെന്നറിയാവോ? കർത്താവേ, ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടല്ല, ലോകത്തിൽ തുടരണം. ഞാൻ പോകുമ്പോൾ ഒരു ലോകത്തിൽ തുടരേണ്ടവരാണ്, എനിക്ക് സാക്ഷികളായി. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ കർത്താവേ, ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, പിശാചിൽ നിന്നും ദുഷ്ടനിൽ നിന്നും ഇവരെ സംരക്ഷിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഈ കാലഘട്ടത്തിൽ. പിശാച് അതുപോലെ നമ്മുടെ മക്കളെ, നമ്മുടെ തലമുറകളെ, നമ്മുടെ കുടുംബത്തെ, സഭാ സമൂഹങ്ങളെ ഒക്കെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്, എൻ്റെ കർത്താവ് എൻ്റെ മകനെ, എൻ്റെ മകളെ ദുഷ്ടനിൽ നിന്നും പിശാചിൽ നിന്നും സംരക്ഷിക്കണമേ. പിശാചിന്റെ വഞ്ചനകളിൽ നിന്നും, കെണികളിൽ നിന്നും, കുഴികളിൽ നിന്നും, നുണയിൽ നിന്നൊക്കെ എൻ്റെ മക്കളെ, എൻ്റെ ജീവിത പങ്കാളിയെ, എൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കണമേ.
ഹല്ലേലൂയാ. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. ഈ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, പിശാചിൽ നിന്നും സംരക്ഷിക്കണമേ എന്നാണ് യേശു പ്രാർത്ഥിച്ചത്. പിശാചിൽ നിന്നും എൻ്റെ ഈ ദൈവം തന്നവരെ ഇവരെ നീ കാത്തുകൊള്ളണമേ. പിശാച്, അതുകൊണ്ടാണല്ലോ സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്ന് പറയുന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ അവസാനം പ്രാർത്ഥിക്കുന്ന തന്നെ തിന്മയിൽ നിന്നും രക്ഷിക്കണമേ, സംരക്ഷിക്കണമേ, കാത്തുകൊള്ളണമേ. പിശാചിൽ നിന്നും കാത്തുകൊള്ളണമേ. കാരണം പിശാച് ആദ്യം മുതലേ നുണയനാണ്, അവൻ നുണയുടെ പിതാവാണെന്ന് യോഹന്നാനിലേക്ക് കൂട്ടിച്ചേർക്കുന്നു. യോഹന്നാന്റെ ലേഖനത്തിൽ വചനം പറയാണ്, ലോകം മുഴുവനും ദുഷ്ടന്റെ ശക്തി വലയത്തിലാണ്. ലോകം മുഴുവനും ദുഷ്ടന്റെ ശക്തി വലയത്തിലാണ്. 1 യോഹന്നാൻ 15:19 യോഹന്നാൻ പറയും, ലോകം മുഴുവനും, മക്കളെ അതുകൊണ്ട് ശ്രദ്ധിച്ചുകൊള്ളുവിൻ, ലോകം മുഴുവനും ദുഷ്ടന്റെ ശക്തി വലയത്തിലാണ്. വെളിപാടിന്റെ പുസ്തകം 12:11 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ, 6 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് വെളിപാടിന്റെ പുസ്തകത്തിൽ യോഹന്നാൻ പറയുകയാണ്, മക്കളെ ശ്രദ്ധിച്ചുകൊള്ളുവിൻ, ലോകത്തെ മുഴുവനും വഞ്ചിക്കുന്ന പിശാച് എന്നും സാത്താൻ എന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ലോകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവനും അവന്റെ ദൂതന്മാരും ഇന്ന് ലോകത്തിന്റെ മേൽ അധികാരമെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഈശോ പ്രാർത്ഥിച്ചത്, അപ്പാ ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, പിശാചിൽ നിന്നും അവന്റെ വഞ്ചനകളിൽ നിന്നും എൻ്റെ മക്കളെ കാത്തുകൊള്ളണമേ, എൻ്റെ ജീവിത പങ്കാളിയെ കാത്തുകൊള്ളണമേ, എൻ്റെ മാതാപിതാക്കളെ കാത്തുകൊള്ളണമേ എന്നാണ് യേശു പ്രാർത്ഥിച്ചപ്പോൾ രണ്ടാമത് പ്രാർത്ഥിച്ചത്, ദുഷ്ടനിൽ നിന്നും എൻ്റെ അപ്പസ്വലന്മാരെ, ശിഷ്യരെ കാത്തുകൊള്ളണമേ. അതുപോലെ പിശാച് ഈ കാലഘട്ടത്തിൽ നമ്മളെ വഞ്ചിക്കുന്നുണ്ട്. പിശാചിന്റെ ഏറ്റവും വലിയ വഞ്ചന എന്താണെന്നറിയാവോ? പിശാചിന്റെ ഏറ്റവും വലിയ വഞ്ചന എന്താണെന്നറിയാവോ? പിശാച് ഒരുവനിൽ പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും വലിയ വഞ്ചന എന്തായിരിക്കും? ദൈവത്തിന്റെ ഏറ്റവും വലിയ എന്താണോ ആഗ്രഹം, അതിന്റെ വിപരീതമായിരിക്കും പിശാച് നമ്മളിൽ ആഗ്രഹിക്കുന്നത്. അപ്പൊ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്നായിരിക്കും? ദൈവത്തിന്റെ ആഗ്രഹം എന്താ നമ്മളെ കുറിച്ചുള്ള? നമ്മളെല്ലാവരും രക്ഷപ്പെടണമെന്ന്, രക്ഷിക്കപ്പെടണമെന്ന് ദൈവം, ഒരാൾ പോലും നശിച്ചു പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പൊ പിശാചിന്റെ ആഗ്രഹം എന്തായിരിക്കും? എങ്ങനെയെങ്കിലും ഇവനെ നശിപ്പിക്കണം, എങ്ങനെയെങ്കിലും ഇവൻ രക്ഷപ്പെടാതിരിക്കാനുള്ള വഴികൾ അവന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. ഈ കാലഘട്ടത്തിൽ പിശാച് ദൈവമക്കളെ വഞ്ചിക്കുന്ന വിഷയം ബുദ്ധിയിൽ കുടുക്കിയിട്ട് ജ്ഞാനം മറച്ചു പിടിക്കും. ബുദ്ധിയുണ്ട്, നല്ല ബുദ്ധിയാണ്. നല്ല ബുദ്ധി എന്ന് പറഞ്ഞാൽ കാഞ്ഞ ബുദ്ധിയാണ്. നമ്മുടെ പിള്ളേരുടെ ഒക്കെ ബുദ്ധി ഉണ്ടല്ലോ, എൻ്റെ ദൈവമേ, ചില സമയത്ത് ഈ പിള്ളേരുടെ ഒക്കെ ബുദ്ധി കാണണമെങ്കിൽ ഇവര് അല്ലേ, നിങ്ങൾ ഈ നമ്മുടെ കുഞ്ഞ് കുടുംബത്തിലുള്ള പിള്ളേരൊക്കെ ജനിച്ച് വീഴുമ്പോഴേ നിങ്ങൾ മൊബൈൽ റിപ്പയറിംഗ് സെന്ററിൽ കൊണ്ടുപോയാണ് ആക്കുന്നത്, ആണോ? അല്ല, നമുക്കറിയാം. പക്ഷേ ഇവരിതൊന്നും പഠിച്ചിട്ടില്ലേലും 2 വയസ്സ് 3 വയസ്സ് 5 വയസ്സ് പ്രായമുള്ളവന്റെ കൈ കൊണ്ട് ഒരു മൊബൈൽ ഫോൺ കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ പറയും, എടാ അത് തുറക്കുന്നില്ലടാ, അതിനെന്നെ ഞാൻ ഇപ്പം ശരിയാക്കി തരാം, ഇപ്പം ശരിയാക്കി തരാം. നമുക്കറിയാൻ പാടില്ലാത്ത ഉമ്മാരുടെ കൈ കൊടുത്താൽ മതി, ഇപ്പം ശരിയാക്കി തരും ഉമ്മാര്. ഇപ്പം എല്ലാം ശരിയാവും എന്നൊക്കെ പറയുന്നതല്ലേ, ഇപ്പം ശരിയാക്കി തരും ഉമ്മാരെല്ലാം ശരിയാക്കി തരും. എനിക്ക് നമുക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ പിള്ളേരെ, യൂത്തിലെ പിള്ളേരുടെ അടുത്തൊക്കെ പറയുന്നത്. അവർ ചോദിക്കുമ്പോൾ അവരതെല്ലാം നമുക്ക് ശരിയാക്കി തരും. നമുക്കിതൊന്നും ചിലപ്പോൾ മനസ്സിലായില്ല അല്ലേ? പ്രായമായ മാതാപിതാക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പയ്യനെ അമ്മച്ചിയെ കൊണ്ട് വന്നിട്ട് അമ്മച്ചിക്ക് വലിയ നല്ല പുതിയ മൊബൈൽ മകൻ വിദേശത്ത് നിന്ന് അയച്ചു കൊടുത്തു. അപ്പോൾ ഈ ടച്ച് ഒക്കെ ഉള്ളതാണ്. അമ്മച്ചിക്ക് ഈ സാധനത്തിൽ പേടിയാ തൊടാനായിട്ട്. അമ്മച്ചി ഇതിനു മുമ്പ് എവിടെയോ തൊട്ട് 100-300 രൂപ പോയി, കുറച്ച് കാശ് അമ്മച്ചിയുടെ പോയി. അമ്മച്ചി ഇതെല്ലാം കണ്ടൊക്കെ പിടിച്ച് ഞെക്കി എന്തോ വന്നപ്പോൾ ഓക്കെ കൊടുത്തെന്നാണ് അമ്മച്ചി പറയുന്നത്. അതെന്തോ ഡയലർ ടൂണോ അങ്ങനെ എന്തോ സാധനമൊക്കെ ആയിരുന്നു സെറ്റ് ചെയ്തിട്ടെന്ന് ചോദിച്ച് വന്നപ്പോൾ അമ്മച്ചി അത് കൊടുത്ത്. അങ്ങനെ 100-150 രൂപ അങ്ങോട്ട് അമ്മച്ചിയുടെ പോയി. അത് കഴിഞ്ഞപ്പോൾ മുതൽ അമ്മച്ചിക്ക് ഇത് തൊടാൻ പേടിയാണ്. എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇവൻ്റെ അടുത്താണ് കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഫോൺ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഈ പയ്യൻ്റെ അടുത്ത്, കൊച്ചുമോൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കുന്നു. കൊച്ചുമോൻ ചോദിച്ചു, അമ്മച്ചി നമുക്ക് ഇതിനകത്ത് ഫേസ്ബുക്ക് ഇട്ടാലോ? അമ്മച്ചിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. അമ്മച്ചി നോട്ട് ബുക്ക്, മറ്റേ ബുക്ക്, അതും ഇതൊക്കെ കേട്ടിട്ടുണ്ട്. ഈ ഫേസ്ബുക്കിനെ കുറിച്ച് അമ്മച്ചിക്ക് വലിയ പിടിപാടൊന്നുമില്ല. പിന്നെ ചൈനീസ് കുക്കിനെ കുറിച്ച് അമ്മച്ചി കേട്ടിട്ടുണ്ട്, ഹബക്കുക്കിനെ കുറിച്ച് മാത്രം കേട്ടിട്ടില്ല. ഇങ്ങനെ ഒരു പുസ്തകം ഇതിനകത്തുണ്ട്. ബൈബിളിലുള്ള ഒരു പുസ്തകത്തിൻ്റെ പേരാണ് ഹബക്കുക്ക്. കേട്ടിട്ടുണ്ടോ? ഓഹോ, ഹബക്കുക്കോ, അങ്ങനെ കൊണ്ട് കേട്ടോ. അപ്പോൾ ഈ അമ്മച്ചി ഈ ഫേസ്ബുക്കിനെ കുറിച്ച് മാത്രം. അപ്പോൾ ഇവൻ പറഞ്ഞ് ഭയങ്കര സാധനമാണ്, അമ്മച്ചിക്ക് അറിയാൻ പാടില്ല, അത് വമ്പൻ ഐറ്റമാണ്. ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവരുമായിട്ട്, ലോകത്തിലുള്ള എല്ലാവരുമായിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഒരു ബന്ധം സ്ഥാപിക്കാനൊക്കെ പറ്റും. പിന്നെ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്കറിയാൻ പറ്റും.
അമ്മച്ചിക്കും വലിയ ആവേശമായി. ഇങ്ങനെയൊക്കെ സാധനം ഇതിനകത്തുണ്ടോ മോൻ, ഇതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഫോൺ വിളിക്കാൻ മാത്രമേ നമുക്ക് ഇതിനകത്ത് അറിയത്തുള്ളൂ. ഇത് മാത്രമല്ല അമ്മച്ചി, ഫേസ്ബുക്ക് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, ട്വിറ്റർ ഉണ്ട്, മോജ് എന്നാ അതിനെ പറയുന്നത്, പിന്നെ വേറെ എന്നൊക്കെ ഉള്ളേ, നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല, അമ്മച്ചിയെ പോലെ നിങ്ങളൊക്കെ. ഇവനിതെല്ലാം കൂടിയും പറഞ്ഞിട്ട് അമ്മച്ചിക്ക് കട്ട കൺഫ്യൂഷനായി. എന്നിട്ട് ഇവൻ എന്നാ ചെയ്തെന്ന് അറിയാമോ, ഇവൻ അമ്മച്ചിയുടെ പേരിൽ ഒരു ഫേസ്ബുക്കിൽ അങ്ങോട്ട് തുടങ്ങി. എന്നിട്ട് ഇവൻ എന്നാ ചെയ്തു, അമ്മച്ചിയുടെ പേരിൽ അമ്മച്ചിയുടെ പേരൊക്കെ വെച്ച് ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ തുടങ്ങി. അമ്മച്ചിക്ക് 10-75-80 വയസ്സ് പ്രായമായി. മകൻ വിദേശത്തുള്ളതുകൊണ്ട് വീഡിയോ കോൾ വിളിക്കാൻ വേണ്ടി കൊടുത്തേക്കുന്നു. അപ്പം അമ്മച്ചിയെ കണ്ട് വിളിക്കാൻ വേണ്ടിയിട്ട് ഇവൻ ഫേസ്ബുക്കിൽ അക്കൗണ്ടൊക്കെ തുടങ്ങി. അമ്മച്ചിയുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇവൻ തന്നെ അപ്ലോഡ് ചെയ്തു. ഇവൻ തന്നെ അമ്മച്ചിയുടെ ഫോട്ടോ, അമ്മച്ചി അവിടെ ഇരുന്ന് കാപ്പി കുടിക്കുന്ന ഫോട്ടോ, അമ്മച്ചി അവിടെ ഇരുന്ന് ചമ്മന്തി അരയ്ക്കുന്ന ഫോട്ടോ, അമ്മച്ചി അവിടെ തുണി അലക്കുന്ന ഫോട്ടോ, ഇതെല്ലാം എടുത്ത് അവൻ തന്നെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. പലരും വിളിച്ചിട്ട് അമ്മച്ചി വിളിച്ചിട്ട് ഭയങ്കര സംഭവമാണ് കേട്ടോ അമ്മച്ചി, 19-ാമത്തെ വയസ്സിലും ഫേസ്ബുക്കിൽ ഭയങ്കര ആക്റ്റീവാണ്. ഈ അറിയാവുന്നവരൊക്കെ വിളിച്ചിട്ട് അമ്മച്ചി വിളിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കും. അമ്മച്ചിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. എന്നാലും അമ്മച്ചി ഇന്ന് ഉച്ചയ്ക്ക് എന്നായിരുന്നടി കറി, എന്തോ അവിടെ എന്തോ ചമ്മന്തിയൊക്കെ അരയ്ക്കുന്ന ഫോട്ടോ. ചമ്മന്തി അരയ്ക്കുന്ന ഫോട്ടോയോ എവിടെ? ഫേസ്ബുക്കിലോ? അതെങ്ങനെ എവിടെ വന്നേ? നിനക്കറിഞ്ഞൂടെ? നീ അമ്മച്ചി അവസാനം എടുത്ത് പറയാം, എൻ്റെ അച്ഛാ ഞാൻ അനങ്ങുന്നത് മുഴുവൻ ഇവൻ ഈ പറയുന്ന സാധനത്തിലിട്ടിട്ട് നാട്ടുകാർ മുഴുവൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. നാട്ടുകാർ മുഴുവൻ അമ്മച്ചിയെ വിളിച്ചുകൊണ്ടിരിക്കുക. അമ്മച്ചിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഇതെന്താ? കാരണം ഇവൻ ഓരോ ദിവസവും ഇതിനകത്ത് അമ്മച്ചിയുടെ അക്കൗണ്ട് ഇങ്ങനെ ആക്റ്റീവാക്കി നിർത്താൻ വേണ്ടി അമ്മച്ചി അങ്ങോട്ട് നീങ്ങുന്നത്, ഇങ്ങോട്ട് നീങ്ങുന്നത്, മിറ്റമടിക്കുന്നത്, തുണി അലക്കുന്നത്, പാത്രം കഴുകുന്നത് മുഴുവൻ ഇവനെടുത്ത് ഓരോ ഫോട്ടോ എടുത്തിട്ട് ഇവനാണല്ലോ അമ്മച്ചിയുടെ ഫേസ്ബുക്ക് നോക്കുന്നേ, അമ്മച്ചിയുടെ ഫേസ്ബുക്കിൽ ഇട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് നാട്ടുകാർ മുഴുവൻ വിളിച്ചു ചോദിച്ചിട്ട് 19 വയസ്സാ അമ്മച്ചി ഭയങ്കര ആക്റ്റീവാ ഫേസ്ബുക്കിൽ. പിള്ളേർക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടാണോ? നല്ല ബുദ്ധിയുണ്ട് ഇപ്പോഴത്തെ പിള്ളേർക്ക്. ബുദ്ധി എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ബുദ്ധിയാണ്. അല്ലേ ലൂയ? അവർക്കാണ് എൻ്റെ ഒരു റിലേഷൻ്റെ തന്നെ വീട്ടിൽ പോയപ്പോൾ കല്യാണത്തിന് പോയതാ. അപ്പോൾ എല്ലാവരും ഇറങ്ങാൻ സമയമായി. ആ പയ്യൻ കുളിക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറിയ സമയത്ത്, അപ്പം അതിനു മുമ്പ് ഇവൻ ഇങ്ങനെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ മോൻ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ വന്നിട്ട് ആ ഫോൺ മേടിച്ച് വെച്ചിട്ട് പറഞ്ഞ് കളിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഈ പാസ്വേഡൊക്കെ മാറ്റി വെച്ചിട്ട് മോളിൽ കയറ്റി വെച്ചു. അവൻ കയ്യെത്താത്തതെടുത്ത്. പയ്യൻ 3.5 വയസ്സ്, കഷ്ടി അത്രയും പോലും ഇല്ല. ഇത് കുളിക്കാൻ കയറി. കുളിച്ചിട്ട് പിന്നെ കാര്യം ഇവൻ എന്നാ ചെയ്യുമെന്നറിയാമോ? ഇവൻ കുളി കഴിഞ്ഞിട്ട് അപ്പൻ ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ അവൻ ആ വാതിലിൻ്റെ ഫ്രണ്ടിൽ അങ്ങോട്ട് പോയി നിന്ന് ഫോൺ അവൻ തൂങ്ങി പിടിച്ചു. ആരാണ്ടൊക്കെ കൂടി സാധനം ഫോൺ എടുത്തിട്ട് ഇവൻ ഇങ്ങനെ വട്ടം നിൽക്കുക വാതിലിൻ്റെ അവിടെ. ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല. പുറത്തിറങ്ങിയാലല്ലേ അപ്പന് ഡ്രസ്സ് മാറിയിട്ട് കല്യാണത്തിൽ അതുകൊണ്ടാണ് ഇവൻ പറയാണ്, ഗീവ് മീ ദ പാസ്വേഡ്, എന്നിട്ട് പുറത്തിറക്കാന്ന്. അല്ലെങ്കിൽ തന്ത ടോയ്ലറ്റിൽ ഇരുന്നോളാൻ, ഈ പാസ്വേഡ് തന്നിട്ട് ഞാൻ ഇറക്കാന്ന്. ഈ 3-3.5 വയസ്സുള്ള സാധനം പറഞ്ഞതാ. അപ്പൻ അവിടെ ഇരുന്നോ, പാസ്വേഡ് തരുവാണെങ്കിൽ ഞാൻ അപ്പനെ പുറത്തിറക്കാന്ന്. ഇവൻ എന്നിട്ട് ഈ ഫോണും പിടിച്ചുകൊണ്ട് ടോയ്ലറ്റിന്റെ അവിടെ ഫ്രണ്ടിൽ പിന്നെ നിൽക്കുക. പിടിച്ചു മാറ്റാനും മാറോ, പാസ്വേഡ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാം നിങ്ങളൊന്ന് ആലോചിച്ച് ഇമാർക്ക് വല്ലതും കാണിച്ചു കൊടുക്കുന്നത്. ഇവന്മാർ ഇതിനകത്ത് ഇപ്പോൾ പിള്ളേർക്കൊക്കെ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഈ സാധനം വേണം ഇല്ലേ? കുഞ്ഞു പിള്ളേർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് ഈ സാധനം കൊണ്ട് ഇങ്ങനെ വെച്ചേക്കും. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ വരുവായി അപ്പോഴേക്കും സാധനം പോകും. കുറച്ച് കഴിയുമ്പോഴേക്കും വീണ്ടും വരും. ഇതിനിടയ്ക്ക് സംഭവിക്കുന്ന എന്താണെന്നൊന്നും പറയുന്നത്, ഇവൻ വയറ്റിലേക്ക് പോകുന്നതും വയറ്റിൽ നിന്ന് പോകുന്നു ഇപ്പോഴത്തെ പിള്ളേർ അറിയുന്നില്ല. അങ്ങനത്തെ അവസ്ഥയല്ല ഇതൊക്കെ വന്നുകൊണ്ട് ഒന്നും അറിയുന്നില്ല. ഇപ്പോൾ ഒരു കൊച്ചിന് ഈ ഭക്ഷണം കൊടുക്കണമെങ്കിൽ ഈ സാധനം വേണമല്ലോ. അപ്പം ഇതിന് ഈ സാധനം വെച്ചാൽ ഭക്ഷണം കഴിക്കുകയല്ല. ഈ അതാ സ്പൈഡർമാനെ പോലത്തെ ഒരു സാധനമില്ലേ, സൂപ്പർമാനോ സ്പൈഡർമാൻ അങ്ങനെ എന്തൊരു ഐറ്റമാണ്. എൻ്റെ അടുത്ത് ചോദിക്കരുത്, ഈ അണ്ടർവെയർ പുറത്തിടുന്ന ആളാരാ? നമ്മളൊക്കെ അകത്തിടുന്നത് പുറത്തിടുന്ന ആളുടെ പേര്, ആ ടീമാണ്. ആ പേര് എനിക്കറിയത്തില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും വിചാരിച്ചോ. അപ്പം ഇവന് ഈ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവര് മകനും വിദേശത്താണ്. ഗ്രാൻഡ് മദറിൻ്റെ കൂടെയാണ് കൊച്ചുമകനെ ഏൽപ്പിച്ചിട്ട് പോയേക്കുന്നത്. അപ്പോൾ ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിന് ഭക്ഷണം കൊടുക്കുന്ന. ബാക്കി എന്തും കുഴപ്പമില്ല, പക്ഷേ ഈ ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്.
ഏതെങ്കിലും ഭക്ഷണ സമയത്തിൽ കൊടുത്തില്ലെങ്കിൽ അവിടെ നിന്ന് മക്കൾ വിളിച്ച് ചോദിക്കും, അയ്യോ അവന് ഭക്ഷണം കൊടുത്തില്ലേ, ഞങ്ങൾ കാശ് അയച്ചു നിന്നിട്ട് തന്തയും തള്ളയും കൂടി ഇവിടെ ഇരുന്ന് കെറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊന്നും കൊടുക്കുന്നില്ല. അപ്പം ഇതിന് ഭക്ഷണം കൊടുക്കാതിരിക്കാൻ പറ്റിയല്ലോ, അതുകൊണ്ട് ഇങ്ങനെ കൊടുക്കും. പിന്നെ എന്നാ ചെയ്താലും ഭക്ഷണം കഴിക്കില്ല. ഇവന് ഈ TV ഓണാക്കി കിട്ടും വേണം, അല്ലെങ്കിൽ ഇവനീ പറയുന്ന മൊബൈൽ ഓണാക്കി കൊടുക്കണം. അപ്പോൾ ഈ TV ഒക്കെ ഓണാക്കി ഇവൻ അറിയാം കൃത്യമായിട്ട് ഇങ്ങനെ എന്നാ കാർട്ടൂൺ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവൻ അറിയാം. ആരും പഠിപ്പിച്ചൊന്നും കൊടുക്കണ്ട, ഈ ചെറുപ്രായത്തിൽ ഇവൻ അറിയാം. ഇപ്പം ഞങ്ങള് ഇടവകയിൽ ഇതുപോലൊരു ധ്യാനത്തിന് വന്ന സമയത്ത് വികാരിച്ച് പറഞ്ഞ്, ഞാൻ കുർബാന ചൊല്ലിക്കോളാം, ആദ്യത്തെ ദിവസമാണ്, നിങ്ങൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ കൈക്കാരൻ്റെ വീടുണ്ട്, അങ്ങോട്ട് പൊക്കോ. അപ്പോൾ അവിടുത്തെ അപ്പച്ചനാണ് കൈക്കാരനായിട്ട് നിൽക്കുന്നത്. അപ്പച്ചൻ നിങ്ങൾക്ക് ചായയൊക്കെ അവിടെ വീട്ടിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ചായ കുടിച്ചിട്ട് കുർബാന കഴിയുമ്പോഴേ നിങ്ങളോട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ സമയത്ത് എന്തോ സീരിയസ് ആയിട്ടുള്ള പരിപാടി നടക്കുകയാണ്, എന്തോ ഇലക്ഷൻ അങ്ങനെ എന്തോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇവൻ അവിടെ നിന്ന് ഇത്രയുള്ള സാധനം അവിടെ നിന്ന് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിപ്പുണ്ട്, മൊബൈൽ TV കണ്ടുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ചാനലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇത് മേടിച്ചിട്ട് അവിടെ ഇരിക്കുന്ന സാധനം അവൻ്റെ ഇന്ന് പയ്യെ മേടിച്ചിട്ട് മാറ്റാനായിട്ട് നോക്കുക. അപ്പോഴേക്കും ഇവൻ നമ്മളിങ്ങനെ തിരിഞ്ഞിങ്ങനെ നോക്കുന്നുണ്ട്. ഇത്ര പോകുന്ന സാധനമല്ലേ, ഇപ്പം എന്നാ കുഴപ്പം, ഇത്ര ഉള്ളു സാധനം, 3 മുതൽ 4 വയസ്സ് പ്രായം ഉണ്ടാവും. അവനിങ്ങനെ അങ്ങോട്ട് നോക്കും, TV നോക്കും. അപ്പോൾ അവൻ കണ്ടുകൊണ്ടിരുന്ന കാർട്ടൂൺ മാറി, കളം മാറി. ഇപ്പം നമ്മളിങ്ങനെ TV അറിയാത്തതുകൊണ്ട് നമ്മളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുവാണല്ലോ. ഇത് കുറച്ച് നേരം TV-യിലേക്ക് നോക്കും, പിന്നെ നമ്മളിങ്ങനെ നോക്കും, പിന്നെയും TV-യിലേക്ക് നോക്കും, ഇങ്ങനെ നോക്കും. എന്നിട്ട് പറയാം, റിമോട്ട് താട പട്ടി. ഇതായുധം കീഴടങ്ങി നമ്മൾ ഇത് കേട്ടവിടെ കാപ്പി ഉണ്ടായിക്കൊണ്ടിരുന്ന ചേട്ടത്തി അവിടെ നിന്ന് കിച്ചണിൽ നിന്ന് ഓടി വന്നുകൊണ്ട്, അച്ഛാ അത് കൊടുത്തേര്, അത് അവന് വേണ്ടി കൊടുത്തേക്കുന്ന TV-യാണ്. അച്ഛന് TV കാണി, വാ അടുക്കളയിൽ വേറെ വെച്ചിട്ടുണ്ട്. അടുക്കളയിൽ തന്തയ്ക്കും തള്ളയ്ക്കും കാണാൻ വേറെ TV. ഈ പറയുന്ന ഇത്തിരി പോകുന്ന സാധനത്ത് എൻ്റെ അച്ഛാ ഭക്ഷണം കൊടുക്കണമെങ്കിൽ ഇതില്ലാതെ പറ്റില്ല, ഈ സാധനം ഇല്ലാതെ ഇവൻ ഭക്ഷണം കഴിക്കുകയില്ല. എൻ്റെ അച്ഛാ അറിയാവോ, ഈ പറയുന്ന ടീം മറ്റേ അണ്ടർവെയർ പുറത്തിടുന്ന ടീമില്ലേ, ഈ ടീം ഇങ്ങനെ മുകളിലേക്ക് കയറി പോകുമ്പോൾ ഇവൻ ഇങ്ങനെ നോക്കിയിരിക്കും. ഇതിനടുത്ത് വേറെ എന്ത് സംഭവിച്ചാലും ഇവൻ അറിയൂല. എന്നിട്ട് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ ചാടുന്ന പോയി അവൻ്റെ അണ്ണാക്കിലേക്ക് ഈ സാധനം കൂടെ കുത്തിക്കയറ്റും. അപ്പോഴാണ് ഇനിയിപ്പോൾ തുറക്കണമെങ്കിൽ, ഈ വായ ഒന്ന് തുറന്ന് കിട്ടണമെങ്കിൽ, എടാ തുറക്കടാ, തുറക്കല്ല. ഈ പറയുന്ന ടീം മോളിൽ കയറിയിട്ട് വീണ്ടും താഴേക്ക് ചാടുമ്പോഴേ തുറന്ന് കിട്ടുള്ളൂ. അപ്പോഴാണ് ഇച്ചിരി വർഷം കൊടുക്കുന്നത്. എന്തൊരവസ്ഥയാന്ന് നോക്കിക്ക്. അതുപോലെ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ പോലും ഈ ലോകമുണ്ടല്ലോ, ലോകം ശരിക്കും കാർന്നു നിന്നുകൊണ്ടിരിക്കുക. എത്ര കുഞ്ഞുങ്ങളെ ഗ്യാരിസ്പനെ കൊണ്ടിരുന്നറിയാവോ? എത്ര പിള്ളേരാണെന്നറിയും മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ട്, ഏകാഗ്രത കിട്ടുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. രാത്രിയുടെ യാമങ്ങളിൽ കട്ടിലിനടിയിലിരുന്ന് വീഡിയോ ഗെയിം കളിക്കുന്നു. കട്ടിലിനടിയിൽ അവനെ കൊണ്ടുവന്നപ്പോൾ അവൻ്റെ കണ്ണെങ്ങനെ ഇരുന്നെന്നറിയാം, 2 സൈഡിലേക്ക്. എൻ്റെ അച്ഛ കഴിഞ്ഞ വർഷം വരെ ഒരു കുഴപ്പമില്ലാതിരുന്ന കുഞ്ഞാച്ച, കഴിഞ്ഞ വർഷം വരെ ഒരു കുഴപ്പമില്ലായിരുന്ന കുഞ്ഞാച്ച. അപ്പം അവൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഇവനങ്ങനെ ഇരുത്തിയേക്കാം, ഇതിങ്ങനെ ഇരിക്കുന്നു. എനിക്ക് അവനെ നോക്കിയപ്പോൾ പേടിയാണ്, എൻ്റെ ദൈവമേ പിശാചുബാധയാണെന്ന് വിചാരിക്കും നമ്മൾ. അതുപോലെ അവൻ്റെ കണ്ണിരിക്കുന്നത്. പറഞ്ഞു, ഞാൻ അച്ഛൻ, എടാ നീ മര്യാദയ്ക്ക് നോക്കിയടാ, അച്ഛനെ മര്യാദയ്ക്ക് നോക്കിയടാ. അപ്പോൾ അവൻ ഇങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോഴേ കണ്ണട്ടേ എന്ന് പറയാൻ 2 സൈഡിലേക്ക് പോകും. ഞാൻ ചോദിച്ചു, ഇവൻ എന്നാ പറ്റി? ഇവനിങ്ങനെ ജനിച്ചപ്പോൾ, എൻ്റെ അച്ഛൻ ജനിച്ചപ്പോഴൊന്നും 1 വർഷമായിട്ടുള്ളൂ. ഇനി വീഡിയോ ഗെയിം എന്തോ ഫ്രീ ഫയറോ എന്നാടാ പബ്ജിയോ കേട്ടട്ടേ ഇല്ല. കേൾക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ഭാഗ്യമുള്ളവർ. ഇത് കേൾക്കാത്തതുകൊണ്ട് നിങ്ങൾ ഭാഗ്യമുള്ളവർ. സ്വർഗരാജ്യം നിങ്ങളെപ്പോലുള്ളവർക്കാണ്. എന്നിട്ട് ഇവന് ഈ രാത്രി 2 മണി 3 മണി സമയത്ത് കട്ടിലിനടിയിൽ വെട്ടം കണ്ടപ്പോൾ ഇവർ മാതാപിതാക്കൾ നോക്കിയപ്പോൾ അപ്പൻ്റെ മൊബൈൽ എടുത്തിട്ട് അവൻ അതിനടിയിലിരുന്ന് ഇരുട്ടത്തിരുന്ന് തോണ്ടിക്കൊണ്ടിരിക്കുക. ടോട്ടലി അഡിക്റ്റഡ്. 8-9 മണിക്കൂറൊക്കെയാണ്. കാരിസ്മനടുത്ത് ഒരുത്തനുണ്ട്, അവനത് ഈ പബ്ജിയിൽ എന്തോ, അവന് ക്ലാസ്സിൽ ഏറ്റവും ലാസ്റ്റ് റാങ്ക് ആണെങ്കിലും പബ്ജിയിൽ ഏഷ്യയിൽ 32ാമത്തെ റാങ്കാണ്. അപ്പോഴാണ് ഞാൻ പബ്ജിയിൽ ഇങ്ങനെ റാങ്കൊക്കെ ഉണ്ടെന്ന് അപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതിനകത്ത് എന്തോ വാരിയർ അല്ലേ, വാരിയർ എന്നല്ലേ പറയുന്നത്, ഏതൊരു സാധനം, കോൺകറർ, എന്തോ റൈറ്റ് എന്തെങ്കിലും ആവട്ടെ, അത് കിട്ടണമെങ്കിൽ 15 മണിക്കൂർ അങ്ങാണ്ട് കണ്ടിന്യൂസ് കളിക്കണം. ഇവൻ ഈ 15 മണിക്കൂർ ഊണുമില്ല, ഉറക്കമില്ല, മൂത്രം ഒഴിക്കണ്ട, ടോയ്ലറ്റിൽ പോകണ്ട, ഇതൊന്നുമില്ലാതെ ഈ പുള്ളി ഇരുന്ന് കളിച്ചിട്ടാണ് 32ാമത്തെ റാങ്ക് കിട്ടിയത്. ബികോം പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം സപ്ലിയാ, കംപ്ലീറ്റ് സപ്ലി ആയി. അതിന് ഒന്നും വേണ്ട. പബ്ജിക്ക് റാങ്ക്. സ്കൂളിലോ ഒന്ന് ചോദിക്കരുത് അച്ഛാ, ഈ
എനിക്കറിയില്ല, ഞാൻ സ്കൂളിൽ അധികം പോകാറില്ല, കോളേജിലും അധികം പോകാറില്ല. ലോകം അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഉപയോഗിക്കേണ്ടെന്നല്ല, നമുക്ക് പഠിക്കാനും ഇതിനൊക്കെ നമുക്ക് മൊബൈൽ വേണം, വിളിക്കാൻ മൊബൈൽ വേണം, അല്ലേ, സുവിശേഷ വേല ചെയ്യാൻ മൊബൈൽ വേണം, ഇതിനെല്ലാം മൊബൈലിലൂടെയാണ് നടക്കുന്നത്, TV മാധ്യമങ്ങളിലൂടെ എല്ലാം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ. പക്ഷേ അത് നമ്മളെ അടിമത്തത്തിലേക്ക് നയിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ കൊണ്ടിരിക്കുക, അടിമത്തത്തിലേക്ക്. അതിലൂടെ ഇത് ഇന്ന് അനേകരുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ കാരണമായിട്ട് മാറിക്കൊണ്ടിരിക്കുക, അനേകരുടെ ആത്മനാശത്തിൻ്റെ വഴിയായിട്ട് ഈ വിഷയം ഇന്ന് മാറിക്കൊണ്ടിരിക്കുക. അനേകം സമർപ്പിതര്, സന്യസ്തര്, വൈദികര്, കുടുംബജീവിതം നയിക്കുന്നവര്, യുവജനങ്ങള് ഇന്ന് ജീവിതത്തിന്റെ വിളിയും നിയോഗവും തിരിച്ചറിയാതെ പാപത്തിന്റെ വഴികളിലൂടെ കടന്നു പോകാനുള്ള ഒരു വിഷയമായിട്ട് ഈ വിഷയം ഇന്ന് മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മക്കളെ, ഇത് മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. എൻ്റെ കർത്താവ് ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല ഈശോ പ്രാർത്ഥിച്ചത്, ദുഷ്ടനിൽ നിന്നും അവന്റെ വഞ്ചനകളിൽ നിന്നും എൻ്റെ കുടുംബത്തെ, എൻ്റെ കുടുംബാംഗങ്ങളെ, എൻ്റെ മക്കളെ സംരക്ഷിക്കണമേ, കാത്തുകൊള്ളണമേ. പിശാചിന്റെ വഞ്ചനയത്, ആ വഞ്ചനയില് അച്ഛൻ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യം, ജഡത്തിൽ കുടിക്ക് വിശുദ്ധി എടുക്കും. ഇതിന്റെ ഏറ്റവും വലിയ കണിയാണ്, ജഡത്തിൽ കുടിക്ക് വിശുദ്ധി എടുക്കും. പിന്നെയോ രോഗത്തിൽ കുടിക്ക് പ്രത്യാശ അകറ്റും, നിരാശയിലേക്ക് പോകും. എത്രയോ പേരാണെന്നറിയോ ചില രോഗങ്ങളുടെ നടുവിൽ നിരാശയിൽ കിടക്കുന്നത്, സ്വസ്ഥതയില്ല, സമാധാനമില്ല, കരച്ചില്, ദുഃഖം, വേദന, മുറുമുറുപ്പ്, പരാതി, പരിഭവം, രോഗത്തെ സ്വീകരിക്കാൻ പറ്റാത്തത്. ഹല്ലേലൂയ, ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാച് അനേകരെ ഈ വിഷയത്തിൽ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധയുള്ളവരാകണമെന്ന് മാത്രമല്ല, നമ്മുടെ കാര്യത്തെക്കുറിച്ച് ശ്രദ്ധയുള്ളവരാകണം എന്നു മാത്രമല്ല, നമ്മുടെ ജീവിതമായി ബന്ധപ്പെട്ട് ദൈവം തന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ കർത്താവേ ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ഇവരെ ദുഷ്ടനിൽ നിന്നും അവൻ്റെ വഞ്ചനകളിൽ നിന്നും സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. നമ്മുടെ മക്കളൊക്കെ ഇന്ന് പിശാച് വഞ്ചിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ യുവജനങ്ങളെ, നമ്മുടെ മാതാപിതാക്കളെ, ദാമ്പത്യങ്ങളെ ഒക്കെ പിശാച് ഇന്ന് വഞ്ചിച്ചുകൊണ്ടിരിക്കുക അതിശക്തമായിട്ട്. ചില സമയത്ത് നമ്മൾക്ക് കൗൺസിലിംഗ് മുറിയിലിരിക്കുമ്പോൾ നമുക്ക് തോന്നും, ഈ ലോകം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അവിടെ ചെന്ന് അവസാനിക്കും. എന്തൊരവസ്ഥയാ! പുതിയ പാപങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ചിന്തിക്കാൻ, നമ്മുടെ മനസ്സിൽ പോലും, മനസ്സിന്റെ അങ്ങേയറ്റം കോണുകളിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പാപങ്ങളിലാണ് നമ്മുടെ മക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പയ്യൻ പേടിച്ച് ഭയപ്പെട്ട് എന്നെ തപ്പി രാവിലെ വന്ന്, ഉച്ചയ്ക്ക് വന്ന്, അപ്പൊ ഞാൻ ശുശ്രൂഷയിലാണ്, ഞാൻ പുറത്താണ്, ഓഫീസിൽ നിന്ന് പറഞ്ഞു, വിജിലച്ഛനില്ല, അല്ലെ എനിക്ക് അച്ഛനെ കാണണം. പറഞ്ഞ അച്ഛനില്ല, അച്ഛനെ കണ്ടാൽ മതിയാവൂ. പറഞ്ഞ അച്ഛൻ വൈകിട്ടേ വരുള്ളൂ. ആ വീണ്ടും പോയി, വീട്ടിൽ പോയിട്ട് വൈകിട്ട് 6 മണിയൊക്കെ ആയപ്പോൾ വന്നു. ഇപ്പൊ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട്. ഇല്ലച്ചാ എനിക്ക് ഇപ്പൊ അച്ഛനെ കാണണം. എന്നാ പിന്നെ അവന്റെ ആ വെപ്രാളവും ആ ഭയവും ഒക്കെ മുഖത്തുണ്ടപ്പോ എന്തോ സീരിയസ് ആണെന്ന്, നീ വാ, ഒത്തിരി സമയമൊന്നും എടുക്കാൻ പറ്റില്ല, എനിക്ക് വേറെ പരിപാടി ഉണ്ട്, എനിക്ക് ധ്യാനവും പരിപാടിയൊക്കെ നടക്കുന്ന സമയം പറഞ്ഞ് അങ്ങനെ വരാൻ പറഞ്ഞു. വന്നു, മുറി കയറി ഇരുന്ന് സംസാരം. ഞാൻ പറഞ്ഞു, നിനക്ക് എന്നാ പറ്റിയേ, എന്താ നിനക്ക് ഇത്ര മുഖത്ത് ഇത്ര ഭയം, അസ്വസ്ഥത? പറഞ്ഞാ എൻ്റെ ഫോൺ സിമ്മൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു, എല്ലാം നശിപ്പിച്ച് കളഞ്ഞു, എനിക്കിപ്പോൾ ഫോണില്ല. ഞാൻ ചോദിച്ചു, നിന്റെ പ്രശ്നം എന്നാന്ന് പറ. ഇപ്പോഴാണ് ഇവന്റെ കൂട്ടുകെട്ടൊക്കെ വലിയ കൂട്ടുകെട്ട്. ഇവന്റെ പ്രായത്തുള്ള കൂട്ടുകെട്ടൊന്നുമല്ല, ഇവന് 10-18 വയസ്സ് പ്രായം പോലും ഇല്ല. ഇവന്റെ കൂട്ടുകെട്ടൊക്കെ വലിയ കൂട്ടുകെട്ടാ, വലിയ പ്രായമുള്ളവര്. ഇപ്പൊ മുതിർന്നവരും ചേട്ടന്മാരൊക്കെയാണ് ഇവരുടെ കൂട്ടുകാരുമായിട്ട് കൂട്ടുകൂടും. അതിനകത്ത് ഇച്ചിരി കഞ്ചാവൊക്കെ എടുക്കുന്ന കൂട്ടുകെട്ടൊക്കെയാണ്. ഇച്ചിരി കഞ്ചാവൊക്കെ ഇവന് കിട്ടും. അതൊക്കെ അവിടെ പോയിട്ട് ആരും അറിയാത്ത രീതിയിൽ അവനും കഞ്ചാവ് എടുക്കും. പിന്നെ മൊബൈൽ ഫോണിലൂടെ ഇവരെ അതും ഇതെല്ലാം കാണും, ഇവനും കാണിച്ചു കൊടുക്കും, ഇവനും അതിരുന്ന് കാണും. ഇവർക്കൊക്കെ ചില റിലേഷൻഷിപ്പ് ഒക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ അവർ ഫോൺ വിളിക്കും, അപ്പോൾ അവരായിട്ട് സല്ലപിക്കും, ഇവൻ അവിടെ ഇരിക്കും. അപ്പോൾ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, ഒരുത്തൻ പറഞ്ഞു, ഒരു ചേട്ടൻ പറഞ്ഞാടാ, നിനക്ക് ഈ പറയുന്ന ലൈനൊന്നും ആയില്ലേ? അപ്പോൾ എനിക്ക് ലൈനൊന്നുമില്ല. ഇനിയിപ്പോൾ നിനക്ക് സംസാരിക്കാൻ ആരും ഇല്ലെങ്കിൽ ഞാൻ ഒരു വഴി പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരൻ ഉപദേശിച്ചു കൊടുത്തത് ചേട്ടന്മാരിന്ന് നല്ല ഉപദേശം കൊടുക്കുന്നുണ്ട് അനിയന്മാർക്ക്. ചേട്ടൻ കൊടുത്ത ഉപദേശമാണ്, എടാ ഈ വീഡിയോ ചാറ്റിംഗ് ഉണ്ട്, വീഡിയോ ചാറ്റ് ചില സൈറ്റുകളോ വല്ല ആപ്ലിക്കേഷനോ ഒക്കെ ഉണ്ട്, എനിക്കറിയില്ല. അതിൻ്റെ ഫർദർ ഡീറ്റെയിൽ ഒന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്, എനിക്കറിയത്തില്ല. ഇവൻ്റെ ഇന്ന് കിട്ടിയ ഇൻഫർമേഷൻ ഞാൻ പറയാം. ഇപ്പോൾ വീഡിയോ ചാറ്റ് ഉണ്ട്, അപ്പോൾ നീ വീഡിയോ കോൾ വിളിച്ചിട്ട് ചാറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവന് ആ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. ഇവ വീട്ടിൽ പോയിട്ട് മുറിയൊക്കെ അടച്ചിട്ടിട്ട് വീഡിയോ കോൾ വിളിച്ചു. അപ്പോൾ വീഡിയോ കോൾ വിളിക്കുമ്പോൾ ഇത് സെക്ഷലി ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് വരുന്ന പെണ്ണ് പൂർണ്ണമായി നഗ്നമായിട്ടായിരിക്കുന്നത്. സെക്ഷൽ വീഡിയോ കോളാണ് നടക്കുന്നത്. അപ്പോൾ ഇവൻ വീഡിയോ കോൾ വിളിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവന് വലിയ അസ്വസ്ഥത തോന്നി. എന്തൊക്കെ പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, അവർ ഇംഗ്ലീഷിലെങ്ങാണ്ടാണ് സംസാരിക്കുന്നത്. ഇവന് ഇച്ചിരി അസ്വസ്ഥയൊക്കെ തോന്നി. അപ്പോൾ ഈ വീഡിയോ കോള് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിയുന്നതിന് മുമ്പേ ഇവന്റെ മൊബൈലിൽ, ഇവന്റെ വാട്സപ്പിലേക്ക് ഒരു വീഡിയോ വരികയാണ്.
വീഡിയോ തൊട്ട് താഴെ ഒരു ഇങ്ങനെ റൈറ്റപ്പ്, മുംബൈ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങൾക്ക് ഒരു വീഡിയോ കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ താഴെ കുറച്ച് കാശൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇവൻ ആ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് നോക്കിയപ്പോൾ ഇവന്റെ മുഖം ഒരു സ്ഥലത്തുണ്ട്, വീഡിയോ കോൾ ആണല്ലോ, ഇവന്റെ മുഖം ഒരു സ്ഥലത്തുണ്ട്, അപ്പുറത്ത് നഗ്നമായ ഈ സ്ത്രീയുടെ വീഡിയോയും. ഇവർ സംസാരിക്കുന്നതായിട്ട് ഇത് ഇവർ അയച്ചു കൊടുത്തേക്കുക. തിരിച്ച് അവർ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണും. അവരപ്പം തന്നെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു. ഞാൻ ആലോചിക്കാൻ, ഇവൻ ഈ പ്രായത്തിൽ ഇങ്ങനെ പിടിക്കപ്പെട്ടെങ്കിൽ ഈ കേരളത്തിലും ലോകത്തിലുമായിട്ട് എത്രയോ പേരെ ഈ മേഖലയിൽ പിശാച് വഞ്ചിക്കുന്നുണ്ട്. ഇന്ന് അനേകർ ബന്ധിക്കപ്പെട്ട് കിടക്കുക. ഈ വീഡിയോ കാണിച്ചിട്ട് പറഞ്ഞു ഇതാണെങ്കിൽ മുംബൈ പോലീസ്, അവന് കിട്ടിയ ഇൻഫർമേഷൻ മുംബൈ പോലീസാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിന് താഴെ ഒരു എമൗണ്ടും വെച്ചിട്ട് ഈ എമൗണ്ട് എത്രയും പെട്ടെന്ന് ഈ അക്കൗണ്ടിൽ ഇടണമെന്ന് പറഞ്ഞു. അപ്പം അത്രയും വന്നപ്പോൾ നമുക്ക് ഇച്ചിരി വിവേകമുള്ളവർ ഞാൻ പറഞ്ഞു, മോനെ നീ പേടിക്കൊന്നും വേണ്ട, മുംബൈ പോലീസൊന്നും അങ്ങനെ ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക എന്നുള്ള പോലീസിന്റെ ഉത്തരവ്. അതുകൊണ്ട് പോലീസ് ഒരിക്കലും ഇത് ചെയ്യില്ല. പിന്നെ സൈബർ സെല്ലിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കേസ് കൊടുക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട, നീ അസ്വസ്ഥപ്പെടേണ്ട, നീ ഒരു കാര്യം ചെയ്യാം, സിം അങ്ങോട്ട് ഒടിച്ച് കളാം. സിം ഊരി ഒടിച്ച്. അപ്പം പറഞ്ഞു അത് ഞാൻ എടുത്ത് കളഞ്ഞു, സിം എടുത്ത് കളഞ്ഞു എന്നാ പറഞ്ഞേ. പിന്നെ നിനക്ക് ഇപ്പൊ എന്നാ പ്രശ്നം? ശരിക്കും ഒരു ഭയം വെച്ചാൽ എൻ്റെ ഉള്ളിലൊരു പേടി, ഈ വീഡിയോ വേറെ ആർക്കെങ്കിലും പോകോ, ഫേസ്ബുക്കിലോ യൂട്യൂബിലോ വേറെ എവിടെയെങ്കിലും വീഡിയോ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഭയം ചോദിക്കുക. ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞു നീ ആരുടെ അടുത്തെങ്കിലും പറഞ്ഞോ? അമ്മയുടെ അടുത്ത് പറഞ്ഞതാണ്. അമ്മയുടെ അടുത്ത് അമ്മ എന്നാ പറഞ്ഞു? അമ്മയ്ക്ക് ഇതൊന്നും പറയാൻ അറിയാത്തതുകൊണ്ട് അമ്മ പറഞ്ഞു അച്ഛനെ പോയി കാണാൻ. അമ്മ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ഈ സംഭവം, ഇങ്ങനെ സംഭവമൊക്കെ ഉണ്ടെന്ന്. ഈ അമ്മ, ഇവന്റെ അമ്മ, പാവപ്പെട്ട ഒരു അമ്മ, ഡെയിലി വേതനത്തിന് പോകുന്ന ഒരമ്മ, മൊബൈലൊന്നും അധികം ഉപയോഗിക്കാത്ത ഒരു അമ്മയ്ക്ക് അറിയത്തില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെന്ന്. അപ്പൊ അമ്മ പറഞ്ഞു എടാ എനിക്കിതേക്കുറിച്ചൊന്നും അറിയത്തില്ല, നീ പോയിട്ട് അച്ഛനെ കണ്ട് ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഇവൻ വരുമ്പോ ഇവന് ഉറങ്ങിയിട്ട് 2 ദിവസമായി. 2 ദിവസം ഇവൻ ഉറങ്ങിയിട്ട്. ഇതിനു മുമ്പ് ഫോൺ വിളിച്ചപ്പോൾ ഞാൻ അവിടെ ഇല്ലായിരുന്നു. പിന്നെ അവൻ വന്നപ്പോഴും ഞാൻ അവിടെ ഇല്ല. അവൻ ഉറങ്ങാൻ പറ്റുന്നില്ല, കിടക്കുമ്പോൾ ഉറങ്ങാൻ പറ്റുന്നില്ല. എന്ത് സംഭവിക്കുന്നുള്ള ആദ്യം കയറിയിട്ട് ഇപ്പൊ അതിന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ഒരു നിമിഷത്തെ അലക്ഷ്യമാണ്, ഒരു നിമിഷത്തെ അശ്രദ്ധയാണെന്ന് ഓർക്കണം. ഒരൊറ്റ നിമിഷത്തെ അശ്രദ്ധ, ഒരു കൂടിപ്പോയി 1-2 മിനിറ്റ് ആ വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ട്, അത്ര ഉള്ള ആ വീഡിയോയുടെ ദൈർഘ്യം. പക്ഷേ അതിന്റെ പേരിൽ ഇവൻ കടക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ഇവൻ കടന്നു പോകുന്നൊരു അവസ്ഥയുണ്ടല്ലോ, ഭയാനകമായ ഭീതിജനമായ ഒരു അന്തരീക്ഷത്തിൽ ഇവൻ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഒരൊറ്റ നിമിഷത്തിന്റെ അശ്രദ്ധ മൂലം ജീവിതം മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞിട്ടുള്ളവർ, ജീവിതം മുഴുവനും ദാമ്പത്യങ്ങളൊക്കെ തകർന്നു പോയിട്ടുള്ളവരുണ്ട്. ഒരൊറ്റ നിമിഷത്തിന്റെ അശ്രദ്ധ കൊണ്ട് പിശാച് ഇന്ന് അതിശക്തമായിട്ട് നമ്മുടെ തലമുറകളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അവിടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കുടുംബാംഗങ്ങൾ എല്ലാവരെയും ചേർത്ത് വെച്ചിട്ട് കർത്താവേ ഇവരെ ദുഷ്ടരിൽ നിന്നും സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ലക്ഷ്യം മറന്നു പോകാതിരിക്കാൻ. തീർത്ഥാടക സഭയാണ്, സ്വർഗം ലക്ഷ്യമാക്കിയുള്ള തീർത്ഥാടക സഭയാണ് നമ്മൾ, സഭാമക്കളാണ് നമ്മൾ. ഈ ലക്ഷ്യം മറന്നു പോകാതിരിക്കാൻ നമ്മൾ സഭയ്ക്ക് വേണ്ടി, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇടവക വികാരിച്ചിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം. അൽമായ ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ട? കർത്താവേ ഞങ്ങളെ ഈ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്നും കാത്തുകൊള്ളണമേ എന്ന് നമ്മൾ ഇത് പ്രാർത്ഥനയുടെ വിഷയമാണ്. ഹല്ലേലൂയ. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ വരുമ്പോ പിന്നെ ദൈവത്തെ വിളിക്കാൻ തുടങ്ങും. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങും. ഓടുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി ഇവരൊന്നും ഈ അപകടത്തിൽ പെടാതിരിക്കാൻ നമ്മൾ മുൻകൂട്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എന്നിട്ട് മൂന്നാമത് ഈ സുവിശേഷത്തിൽ തന്നെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, യേശു പ്രാർത്ഥിച്ചത്, ദൈവമേ ഇവർ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് വേണ്ടി, ഇവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിന് വിശുദ്ധീകരിക്കപ്പെടേണ്ട ഒരു വിഷയമില്ലായിരുന്നു. എന്നിട്ട് യേശു പ്രാർത്ഥിച്ചത് എങ്ങനെ? ഇവർ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബാംഗങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ട് കാണാൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ ഇതാ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്നു. മക്കൾ വിശുദ്ധീകരിക്കപ്പെട്ട് കാണാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുണ്ടോ? ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഇതാ ദൈവമേ ഞാൻ എന്നെ തന്നെ നിന്റെ മുമ്പിൽ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു, എൻ്റെ മക്കൾ വിശുദ്ധീകരിക്കപ്പെടാൻ. ഒരു മകൾ വിശുദ്ധീകരിക്കപ്പെട്ട് കാണാൻ അപ്പനോ അമ്മയോ ആഗ്രഹിക്കുന്നുണ്ടോ? ഈശോ പഠിപ്പിച്ച വഴിയാണ്. ഈശോ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, അവർ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു.
ഇനി അവസാനമായിട്ട് യേശു പ്രാർത്ഥിച്ചത് എഴുതി വെച്ചിരിക്കുകയാണ്. അവർക്ക് വേണ്ടി മാത്രമല്ല, അപ്പസ്തോലന്മാർക്ക് വേണ്ടി മാത്രമല്ല, അപ്പസ്തോലന്മാരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് യേശു പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞാൽ, അപ്പസ്തോലന്മാരുടെ സുവിശേഷ പ്രഘോഷണം മൂലം യേശുവിൽ വിശ്വസിക്കാൻ, വരുന്ന ആളുകളിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടി യേശു പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ, യേശു എന്നെയും നിന്നെയും കണ്ടുകൊണ്ട് അന്ന് യേശു പ്രാർത്ഥിച്ചു. അപ്പസ്തോലന്മാരുടെ വചനത്തിലൂടെ, ശുശ്രൂഷകളിലൂടെ യേശുവിനെ അറിയാൻ പോകുന്ന ജനതയ്ക്ക് വേണ്ടി കൂടി യേശു അന്ന് പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ മക്കളെ, അതിനകത്ത് വലിയൊരു ധ്വനി കിടപ്പുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി മാത്രമല്ല, കുടുംബാംഗങ്ങൾക്ക്, ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, വരും നാളുകളിൽ നമ്മുടെ കുടുംബത്തിൽ ജനിക്കാൻ പോകുന്ന തലമുറകൾക്ക് വേണ്ടി കൂടി നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന എത്ര മാതാപിതാക്കൾ, ഞാനൊരു ചോദ്യം ചോദിക്കണം, ആത്മാർത്ഥമായിട്ട് ഉത്തരം പറയാം. എത്ര മാതാപിതാക്കൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എൻ്റെ കുടുംബത്തിൽ നിന്നും സഭയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരു വൈദികനും, ആത്മാർത്ഥമായിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരു സിസ്റ്ററും, ഒരു സമർപ്പിതനും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളവര്, പ്രാർത്ഥിക്കുന്നവര് എത്ര പേര് ഇതിനകത്തിരിപ്പുണ്ട്? വരുന്ന ആളുകളിൽ, ഇപ്പോഴല്ല, ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന എത്രയോ ദമ്പതിമാർ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ കർത്താവേ, ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന തലമുറകള് വിശുദ്ധരായ തലമുറകളാകണമെന്ന് ഇപ്പോഴേ പ്രാർത്ഥിക്കുന്നവരുണ്ട്. യേശു തന്റെ വചനത്താൽ തന്റെ അപ്പസ്തോലന്മാർ വചനം പ്രഘോഷിക്കുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടി യേശു പ്രാർത്ഥിച്ചു. യേശു മരിച്ചിട്ടില്ല, ഉദ്ധാനം ചെയ്തിട്ടില്ല, അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിട്ടില്ല, അപ്പസ്തോലന്മാർ സുവിശേഷ പ്രഘോഷണം തുടങ്ങിയിട്ടില്ല. എന്നിട്ടും യേശു പ്രാർത്ഥിച്ചത് എന്താണെന്നറിയാവോ? ഇവരിലൂടെ യേശു ക്രിസ്തുവിനെ അറിയാൻ പോകുന്ന, വിശ്വാസത്തിലേക്ക് വരാൻ പോകുന്ന സകല ജനപദങ്ങളെയും തലമുറകളെ കണ്ടുകൊണ്ട് യേശു പ്രാർത്ഥിച്ചെങ്കിൽ, മക്കളെ, നമുക്ക് ജനിക്കാൻ പോകുന്ന വിദൂര ഭാവിയിൽ നമ്മുടെ കുടുംബങ്ങളിൽ ജനിക്കാൻ പോകുന്ന മക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം സ്വർഗം നമ്മളെ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. സ്വർഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ, ഞാൻ കാരിസ്മയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്നാണെന്നറിയാവോ? എൻ്റെ കർത്താവേ, ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന വൈദികർക്ക് വേണ്ടി മാത്രമല്ല, വരും നാളുകളിൽ, വരും വർഷങ്ങളിൽ, വർഷങ്ങൾക്ക് ശേഷവും ആ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ പോകുന്ന വൈദികർക്ക് വേണ്ടിയും ശുശ്രൂഷകർക്ക് വേണ്ടിയും ഇപ്പോഴേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കണം മക്കൾ. അങ്ങനെ നമ്മൾ വില കൊടുത്ത് പ്രാർത്ഥിക്കുന്നിടത്താണ് നമ്മുടെ കുടുംബങ്ങളിൽ, ദേശത്തൊക്കെ വൈദികരും സമർപ്പിതരും സന്യസ്തരൊക്കെ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. ഈ ഇടവകയിൽ എത്ര വൈദികരുണ്ട്? ഇടവകയിൽ നിന്ന് എത്ര പേര് വൈദികരാകാൻ പോയിട്ടുണ്ട്? ഇടവകയിൽ നിന്ന് എത്ര പേര് വൈദികരാകാൻ പോയിട്ടുണ്ട്? നിങ്ങൾക്കറിഞ്ഞൂടെ? എനിക്കറിഞ്ഞൂടെ, അതുകൊണ്ടല്ലേ നിങ്ങളുടെ അടുത്ത് ചോദിച്ചത്. എത്ര പേര് വൈദികർ, എത്ര പേര് സിസ്റ്റേഴ്സ്? 3 പേര് പോയിട്ടുണ്ട്. വെരി ഗുഡ്. ഈ കഴിഞ്ഞ ഏറ്റവും അവസാനമായിട്ട് ഈ ഇടവകയിൽ ഒരു പൗരോഹിത്യ സ്വീകരണം നടന്നെന്നാ? എത്ര വർഷമായിട്ടുണ്ട്? 2 വർഷം. അതിനു മുമ്പോ? 2 വർഷം കൂടുമ്പോഴുണ്ടോ? 3 വർഷം? ആരടാ? നീയാണോ? 2 വർഷം മുമ്പാണെങ്കിൽ നിങ്ങൾ ഭാഗ്യപ്പെട്ടവരാ, അത്രയെങ്കിലും ഉണ്ടല്ലോ. ഇനി എത്ര വർഷം കഴിഞ്ഞായിരിക്കും അടുത്തൊരാൾ വൈദികനാകുന്നത്? ഇപ്പൊ നിൽക്കുന്നതിൽ അടുത്ത വർഷമുണ്ടോ? അതിൻ്റെ അടുത്ത വർഷമുണ്ടോ? അതിൻ്റെ അടുത്ത വർഷമുണ്ടോ? 4 വർഷമായിട്ടുള്ളൂ പോയിട്ട്. പിന്നെയും കിടക്കുന്ന ഒരു 5-6 വർഷം കൂടി എന്ന് പറഞ്ഞാൽ അടുത്ത 5 വർഷത്തേക്ക്, 6 വർഷത്തേക്ക് ഈ ആലയത്തിൽ നിന്നും, ഈ ദേശത്തു നിന്നും ഒരു വൈദികനോ ഒരു സമർപ്പിതനോ സഭയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാനില്ല എന്നുള്ളത് നമ്മളെ ഭാരപ്പെടുത്തേണ്ട വിഷയമാണ്. നമ്മുടെ മക്കളെ, അതായത് നമ്മുടെ മാതാപിതാക്കള് ഈ ഒരു വിഷയം വെച്ച് പ്രാർത്ഥിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ. അത് വിദൂര ഭാവിയിൽ നമ്മുടെ തലമുറകൾക്ക് സംഭവിക്കാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മക്കള്, നമ്മുടെ കൊച്ചുമക്കള്, അവരുടെ മക്കളിലൊക്കെ, എൻ്റെ കർത്താവ്, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ തലമുറകളിൽ വൈദികരുണ്ടാകണം, വിശുദ്ധരുണ്ടാകണം, സഭയെ സ്നേഹിക്കുന്നവരുണ്ടാകണം, ദൈവരാജ്യത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ കഴിവുള്ളവരും കരുത്തെടുക്കുന്നവരുമായ മക്കളുണ്ടാകാൻ വേണ്ടി മക്കളെ നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് ഈശോ പ്രാർത്ഥിച്ചത്. അങ്ങനെ പ്രാർത്ഥിക്കാനാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചത്. ഈശോ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചത് അങ്ങനെ. നമ്മളൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മൾ കണ്ടിട്ടില്ലാത്ത നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്നുവരെ ജനിച്ചിട്ടില്ലാത്ത നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അത് വലിയൊരു ദൗത്യമാണ്, വലിയൊരു ഉത്തരവാദിത്വമാണ്. നമ്മൾ കടന്നു പോകുന്ന വരും നാളുകളിൽ
നമ്മൾ കടന്നു പോകുന്ന പ്രശ്നത്തിനേക്കാളും 10 മടങ്ങ് പ്രതിസന്ധികളിലൂടെ, അസ്വസ്ഥതകളിലൂടെ വരും നാളുകളിൽ നമ്മുടെ മക്കൾ കടന്നു പോകേണ്ടി വരും. അല്ലെ? പണ്ടൊക്കെ ഇത്രയും വലിയ പ്രശ്നമല്ല ഉണ്ടായിരുന്നോ? അമ്മച്ചിയുടെ കാലത്തൊക്കെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നോ? ഇങ്ങനത്തെ കേട്ടിട്ടുണ്ടോ? ഫേസ്ബുക്ക് ഉണ്ടായിരുന്നോ? ഒന്ന് യൂട്യൂബ് ഉണ്ടായിരുന്നോ? ഇന്റർനെറ്റ് ഉണ്ടായിരുന്നോ? TV പോലും ഇല്ലായിരുന്നു. അല്ലെ? ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കയ്യിലൊക്കെ ഒരു തോട് ചാടിക്കിടന്ന TV കാണാൻ പോയിക്കൊണ്ടിരുന്നു, ക്രിക്കറ്റ് കാണാൻ പോയിക്കൊണ്ടിരുന്നു. ഇപ്പോഴും അറിയാം, രാത്രിയൊക്കെ 2 മണി കഴിയും ക്രിക്കറ്റ് കഴിയുമ്പോൾ തോടും ചാടി, ചിലപ്പോൾ തോട്ടിലൊക്കെ വീണിട്ടുമുണ്ട്. അന്ന് വീട്ടിലൊന്നും TV ഇല്ല. എത്ര വീട്ടിൽ TV ഉണ്ടായിരുന്നു? എത്ര വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു? എത്ര വീട്ടിൽ കാറുണ്ടായിരുന്നു? അല്ലേ? മഴ പെയ്യുമ്പോ പുറത്തിരിക്കുന്നേക്കാളും കൂടുതൽ, വീടിന് പുറത്ത് കിടക്കുന്നേക്കാളും കൂടുതൽ പാത്രങ്ങൾ വീടിനകത്തുണ്ടാവും. കാരണം എന്താ? എല്ലാവരും ചോർന്നൊലിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യും? കുറേയൊക്കെ മഴക്കാലം ആകുമ്പോഴേ നമ്മൾ മറ്റേ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഓല. അതിങ്ങനെ ഓടിനിടയ്ക്കൊക്കെ കുത്തിക്ക് എന്നാലും ചോർന്നുകൊണ്ടിരിക്കും. അവസാനം കറിപ്പാത്രം വരെ കൊണ്ടുവയ്ക്കും. എന്തിനാ? ബെഡിലൊക്കെ വീഴുന്നെടുത്ത് പിടിക്കാൻ വേണ്ടിയിട്ട്. അല്ലേ? അങ്ങനെ കടന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു. ഒരു നേരം ഭക്ഷണത്തിന് വേണ്ടി കൊതിച്ച കാലം ഉണ്ടായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണം ഒന്ന് വയറുന്ന് ഒന്ന് മുഴുവനൊന്ന് നിറഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ പിള്ളേർക്ക് ഭക്ഷണത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? തിന്നാത്തതിന്റെ കുറവേ ഉള്ളൂ. അല്ലേ? ഭക്ഷണത്തിന് കുറവുണ്ടോ? ഇല്ല. സൗകര്യങ്ങളുടെ കുറവുണ്ടോ? TV ഇല്ലാത്ത ഏത് കുടുംബമുള്ളേ? ഫ്രിഡ്ജില്ലാത്ത ഏത് കുടുംബമുള്ളേ? ഇന്റർനെറ്റ് ഇല്ലാത്ത ഏത് കുടുംബമുള്ളേ? എല്ലാ സൗകര്യങ്ങളുണ്ട്. പക്ഷേ പഴയതിനേക്കാളും വലിയ പ്രതിസന്ധികളിലൂടെ, തകർച്ചകളുടെ, അസ്വസ്ഥതകളിലൂടെയാണ്, നമ്മുടെ അസമാധാനത്തിലൂടെയൊക്കെയാണ് നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് കടന്നു പോകുന്നത് അറിയുമ്പോൾ സൗകര്യങ്ങളുടെ വർധനവില് സമാധാനം വർദ്ധിച്ചിട്ടില്ല, അസ്വസ്ഥതകൾ കൂടിയിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ വരും നാളുകളിൽ ഇതിനേക്കാളും അപകടകരമായ ഒരവസ്ഥയിലൂടെ നമ്മുടെ മക്കള്, നമ്മുടെ കൊച്ചുമക്കള് കടന്നു പോകേണ്ടി വരുന്ന ഒരു കാലഘട്ടം വരാനിരിക്കുമ്പോൾ എത്ര കണ്ട് നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടി കൂടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു.